ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നിലവിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസ്ഥ കഴിയാലപ്പുറത്തെ തേങ്ങ പോലെ ഏറെയും കുറഞ്ഞും മുന്നോട്ടും താഴോട്ടും പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും സ്ഥിരതയുള്ള ഒരു മുന്നേറ്റം ആഗ്രഹിക്കുന്ന ടീമുകളുടെ എല്ലാം പ്രകടനം കൺസിസ്റ്റന്റ് ആയിട്ട് ഉയരുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ന് നടന്ന കരുത്തരായിട്ടുള്ള മുംബൈ സിറ്റിയും ദുർബലരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹൈദരാബാദ് എഫ്സിയും തമ്മിലുള്ള പോരാട്ടത്തിൽ സ്റ്റാറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ മുംബൈ സിറ്റിക്ക് അത്യാവശ്യം ഡോമിനേഷൻ പറയാമെങ്കിൽ പോലും ഹൈദരാബാദിന്റെ പോരാട്ട വീര്യത്തിനെയും വില കുറച്ച് പറയാൻ കഴിയില്ല. ഏകപക്ഷീയമായ ഒരു ഗോളിന് ഒരു കോർണർ കിക്കിൽ നിന്നും മഹ്താബ് നേടിയ ഹെഡർ ഗോളിലൂടെ മുംബൈ സിറ്റി എഫ് സി ഹൈദരാബാദിനെ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തുകയായിരുന്നു. മത്സരത്തിന്റെ സ്റ്റാറ്റ് ഉൾപ്പെടെയുള്ള സ്ഥിതിവിവരണ കണക്കുകളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 18 ഷോട്ടുകൾ മുംബൈ സിറ്റി ഉതിർത്തപ്പം ഹൈദരാബാദിന് ഉതിർക്കാൻ കഴിഞ്ഞത് 7 ഷോട്ടുകൾ മാത്രമാണ്. അതിനകത്ത് 4 ഓൺ ടാർഗറ്റ് ഷോട്ട് മാത്രമേ മുംബൈ സിറ്റിക്കുള്ളായിരുന്നു. മറുവശത്ത് ഹൈദരാബാദിനും 3 ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ ഉതിർക്കാൻ കഴിഞ്ഞിരുന്നു. ബോൾ പൊസിഷന്റെ കാര്യത്തിൽ മുംബൈ സിറ്റി 55% നേരിയ ഒരു മുൻതൂക്കമുണ്ട്, ഹൈദരാബാദിന് 45%. പിന്നീട് കംപ്ലീറ്റ് ചെയ്ത പാസുകൾ എണ്ണത്തിൽ മുംബൈ സിറ്റിക്ക് ആധിപത്യമുണ്ട്. 452 പാസുകൾ മുംബൈ സിറ്റി കംപ്ലീറ്റ് ചെയ്തപ്പോൾ നമ്മുടെ ഹൈദരാബാദിനെ കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞത് 386 പാസുകൾ മാത്രമാണ്. അതുകൂടാതെ പാസിംഗ് ആക്യുറസിയിൽ ഏകദേശം സമാനമായിട്ടാണ് ടീമുകളുടെ സ്ഥിതി എന്ന് പറയേണ്ടി വരും. 77% പാസിംഗ് ആക്യുറസി മുംബൈ സിറ്റി എഫ് സിക്ക് ഉണ്ടായിരുന്നപ്പം 74% പാസിംഗ് ആക്യുറസിയാണ് നമ്മുടെ ഹൈദരാബാദ് എഫ് സിക്ക് ഉണ്ടായിരുന്നത്. പിന്നീട് ഫൗളുകളുടെ കാര്യത്തിൽ മുംബൈ സിറ്റി മികച്ചു നിന്ന് 17 ഫൗളുകളാണ് മുംബൈ സിറ്റി കമ്മിറ്റ് ചെയ്തത്. അതേസമയം ഹൈദരാബാദ് കുറച്ച് ഡീസൻ്റ് ആയിട്ടാണ് കളിച്ചത്. അവർക്ക് 8 ഫൗളുകൾ മാത്രമാണ് കമ്മിറ്റ് ചെയ്യേണ്ടി വന്നത്. എന്നാൽ പോലും യെല്ലോ കാർഡുകൾ 4 ഹൈദരാബാദ് വാങ്ങിച്ചു വെച്ചു. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മിസ്റ്റേക്ക് ആയിരിക്കും ഫൗളുകളുടെ ലിസ്റ്റിനകത്ത് വന്നത്. 4 യെല്ലോ കാർഡുകൾ ഹൈദരാബാദ് കൺസീഡ് ചെയ്തപ്പം മുംബൈ സിറ്റി ആകെ ഒരു യെല്ലോ കാർഡ് മാത്രമേ കൺസീഡ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. റെഡ് കാർഡുകൾ മത്സരത്തിൽ പിറന്നില്ല. പിന്നീട് 4 കോർണറുകൾ ഹൈദരാബാദ് വിൻ ചെയ്തപ്പം 7 കോർണറുകളാണ് മുംബൈ സിറ്റി എഫ് സി വിൻ ചെയ്തത്. ഇന്നത്തെ രണ്ടാമത്തെ മത്സരം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു മത്സരത്തിന്റെ സ്ഥിതി എന്താവും എന്നറിയാൻ വേണ്ടിയിട്ടാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ചെന്നൈ എഫ് സിയും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും തമ്മിലുള്ള പോരാട്ടത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരും ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നുണ്ട്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി മറ്റുള്ളവരുടെ റിസൾട്ടിനെ ആശ്രയിക്കാതെ പ്ലേ ഓഫിലേക്ക് എത്താൻ പറ്റില്ല എന്നുള്ളത് ഒരു സത്യമാണ്. ഇനി സ്വന്തം പെർഫോമൻസ് കൊണ്ട് മാത്രം ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിൽ കടക്കാം എന്നുള്ളതൊക്കെ ഒരു വിദൂര സ്വപ്നം മാത്രമാണ്. സോ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ പണ്ടത്തെ പോലെ കാൽക്കുലേറ്റർ എടുത്ത് കൂട്ടാനും കിഴിക്കാനും ഇറങ്ങേണ്ട സമയമായിട്ടുണ്ട്.